ഈശ്വര, ഈ പാത്രമൊന്നും അവള് കയറി കൈക്ക് വെച്ചില്ലേ? അവളെ ഏൽപ്പിച്ച് മുറ്റം അടിക്കാൻ പോയതാ ഞാന്. പറഞ്ഞിട്ടെന്താ കാര്യം? ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യണ്ടോ? അവളെ കണ്ടില്ലേ പിള്ളേരും പഠിക്കുന്നേ. ലച്ചു, ലച്ചു വിളിച്ചിട്ട് എന്ത് കാര്യം? എന്റെ സൗണ്ട് പോവല്ലാതെ അവള് വരത്തില്ല. ഇനിയിപ്പോ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാണാവോ കല്യാണത്തിന് പോവാ? എന്താ രാവിലെ തന്നെ പിള്ളേരുമായിട്ട്? ആ സേന കേറി വാ. എന്താ രാവിലെ തന്നെ ഒരു ഒച്ചും ബഹളവും? ഒന്നും പറയണ്ട. ഓന്റെ സേന എന്ത് പറയാനാ, പിള്ളേരെ കാര്യം തന്നെ. അല്ല, ഇന്ന് കല്യാണത്തിന് പോകുന്നില്ലേ? ഞാന് അത് ചോദിക്കാൻ വന്നതായിരുന്നേ. ആ പോകുന്നുണ്ട്. അതിനു മുമ്പ് പണിയൊക്കെ കഴിക്കട്ടെ. അല്ല, നീ ഇല്ലേ സേന? ആ ഉണ്ട്. അല്ല, നീ കൃഷ്ണേട്ടന്റെ കൂടെയാണോ പോകുന്നെന്ന് ചോദിക്കാൻ വന്നതാ. അല്ല, നമുക്ക് ഒരുമിച്ച് പോവാടി. ഞാന് പണിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നേ. ആ എന്നാ നമുക്ക് ഓട്ടോ വിളിച്ചു പോവല്ലേ? ആ അതാ നല്ലത്. അതാ നല്ലത്. അല്ല, നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ആ അലക്കാൻ നിൽക്കുമായിരുന്നു. അപ്പൊ അതിനു മുമ്പ് നിന്നോട് ചോദിക്കാൻ വന്നതാ. എനിക്ക് കുറച്ച് പണിയുടെ ഉണ്ട്. ഇപ്പം 9:30 നമുക്കൊരു 11:30 ആകുമ്പോഴേക്കും ഇറങ്ങാം. അല്ല, പിള്ളേരെല്ലാരും ഇല്ലേ? എല്ലാരും ഉണ്ട്. ലച്ചുണ്ടോന്ന് അറിയൂല. അവളില്ലാന്ന് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണാവോ? നീ എന്താ വെന്നപ്പാടെ നിക്കുന്നേ? ഞാൻ ചേരെടുത്ത് വരാം. വേണ്ട, ഞാൻ പോട്ടെ. പണികളൊക്കെ തീർക്കണ്ടേ. ചായ കുടിച്ചോ? ഞാനും പാത്തും കുടിച്ചു. ഉസ്മാനാണെങ്കിൽ എണീറ്റത് പോലുമില്ല. ഇവിടെ ഒരുത്തിയും ഉറങ്ങുന്നുണ്ട്. ഇതുവരെ എണീറ്റിട്ടില്ല. പാറുവായിരിക്കില്ലേ? ദേവു എണീറ്റിയില്ല. പാറു പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ വേഗം എണീച്ചോളൂ. എപ്പോഴും ഉണ്ട് അലമാറിന്റെ മുന്നിൽ ഏതമ്മേ ഡ്രസ് ഇടാന്ന് ചോദിച്ചു നിൽക്കുന്നേ. അവക്ക് പിന്നെ എണീക്കാൻ മടി. സ്കൂളുള്ള ദിവസാ. അല്ല, നീ എന്താ ഇന്ന് രാവിലേക്ക് ഉണ്ടാക്കിയേ? പത്തിരി ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറീന്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നേ, അതെടുത്ത് ചൂടാക്കി. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേണോ? രാവിലെ തന്നെ ചട്നി ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി. ഞാൻ കുറച്ച് എടുക്കട്ടെ പിള്ളേർക്ക് കൊടുക്കാനേ? വേണ്ട, പത്തിരി ഉണ്ടാക്കിയല്ലോ, അത് മതി. ഇനി ഇത് കൊണ്ടുപോയി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. എന്നാ ശരി ട്ടോ സീതേ. ഈശ്വരാ, ഈ പാത്രമൊക്കെ കഴുകി ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാണാവോ ഇനി കല്യാണത്തിന് പോവാന് കഴിയാ? അവളവിടെ ഫോണുമ്മ കുത്തി കളിക്കുന്നുണ്ടാവും. രണ്ടെണ്ണം പോയി കൊടുക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അയ്യോ ഉമ്മ. എന്താമ്മേ? എന്താന്നോ? ഞാൻ നിന്നെ എന്താ ഏൽപ്പിച്ചിരുന്നേ? എന്ത് ലച്ചു? ഒറ്റൊന്നും വെച്ച് തരൂട്ടോ. ഞാൻ നിന്നോട് പാത്രം കഴുകാൻ പറഞ്ഞല്ലേ ഞാൻ മുറ്റം അടിക്കാൻ ഇറങ്ങി? അതാണോ? അതിനെപ്പോ വരാമേ? 24 മണിക്കൂർ ഫോണിൽ അവള്. ഒരു കാര്യം പറയാൻ ചെയ്യാ ഇല്ല. ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള ഫോണമ്മേ. ലച്ചു, എന്നെ കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കണ്ട. അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പാത്രം കഴുകണം. അത് ഞാൻ കഴുകിക്കോളാം. നിനക്കറിയാലോ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോവാന്. അല്ല, നീ പോരുന്നില്ലേ? ഞാൻ ഇല്ല അമ്മേ. എന്താ നീ ഇല്ലാത്തെ? എനിക്കെന്തോ എന്റെ തുണക്കാരും ഉണ്ടാവൂല. എന്റെ ലച്ചു, ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേഗം പോരാലോ. എന്നാലും അമ്മ ഒരു ചടപ്പ്. എന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ എന്തേലും ചെയ്തോ. അല്ല, അപ്പൊ നിനക്ക് ഉച്ചക്കേക്കുള്ള ഫുഡോ? അത് കുഴപ്പമില്ലമ്മേ. രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഇല്ലേ? എനിക്കത് മതി ഉച്ചക്ക്. അത് വേണ്ട, അമ്മ വരുമ്പോ ഒരു ബിരിയാണി വാങ്ങിക്കാം. എന്നാ ഹാഫ് മതി അമ്മേ. ഫുള്ളൊന്നും വേണ്ട, ഞാൻ കഴിക്കൂല. ശരി. അല്ല, പാറന്തേ? അവൾ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് പോന്നില്ല. ഏത് ഡ്രസ്സാ നല്ലോണം അവക്ക് മാച്ച് ആവാൻ നോക്കി നിൽക്കുക. എന്റെ ഈശ്വര, ഇതിന്റെ കോരിക്ക് ഞാൻ എപ്പോഴാണാവോ പോവാ? ദൈവം എണീറ്റില്ലല്ലോ? ഇല്ല. അല്ല, നന്ദന്തേ? അവൻ ഇപ്പൊ വരാന്ന് പറഞ്ഞേ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. ഈ ചെക്കന്റെ ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞേന്ന്. എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോ അവന് ക്രിക്കറ്റും പറഞ്ഞ് ഇറങ്ങിയേക്കരുത് വീട്ടിൽ നിന്ന്. ലച്ചു, നീ പോയി അവനെ വിളിച്ചു വാ. ശരി. ഇങ്ങനെ പോയാല് ഫംഗ്ഷൻ കഴിഞ്ഞാലും ഞങ്ങൾ അവിടെ എത്തേണ്ടാവില്ല.